നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തത് തന്റെ പിടിപ്പുകേടാണ് എന്ന് വരാതിരിക്കാൻ വേണ്ടി കെ.വി. തോമസ് കളിച്ച കളിയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിൽ. ഒരു ദുരന്തവും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്ന ദേശീയ ദുരന്ത നിവാരണ നിയമം നന്നായി അറിയാമായിരുന്നിട്ടും സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും തമ്മിലടിപ്പിക്കാൻ കെ.വി. തോമസ് കളിച്ചതിന്റെ മുഴുവൻ വിവരങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തുവരും. പ്രതിമാസം 1 ലക്ഷം രൂപയാണ് ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന കെ.വി. തോമസിന്റെ ശമ്പളം. 12.5 ലക്ഷം കുടിശ്ശിക ഓണറേറിയം സർക്കാർ അനുവദിച്ചിട്ട് അധിക നാളായിട്ടില്ല. എന്നിട്ടും വയനാട് ദുരന്തത്തിൽ കേരളത്തിന് സഹായം ലഭിക്കാനായി കെ.വി. തോമസ് ഒരു ചുക്കും ചെയ്തില്ല. ഒരു പ്രകൃതിക്ഷോഭത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ദേശീയ ദുരന്ത നിവാരണ നിയമം അനുവദിക്കുന്നില്ല എന്ന കാര്യം തോമസിന് നന്നായി അറിയാമായിരുന്നിട്ടും തോമസ് മാഷ് പൊട്ടൻ കളിച്ചു. UPA ഭരണകാലത്ത് അന്നത്തെ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭയിൽ അറിയിച്ച നിലപാടാണ് ഇത്. അന്ന് മന്ത്രിസഭ ഒപ്പമുണ്ടായിരുന്ന KC വേണുഗോപാലും കെ.വി. തോമസും എല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അക്കാര്യം മറച്ചുവെക്കുകയായിരുന്നു. വയനാട് പ്രത്യേക പാക്കേജ് അർഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക പദ്ധതി രൂപരേഖ സംസ്ഥാന സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല. ബീഹാർ പ്രത്യേക പദ്ധതികൾ സമർപ്പിച്ചപ്പോൾ അവയ്ക്കാണ് ഫണ്ട് അനുവദിച്ചത്. ഗുജറാത്തിന് നൽകിയത് ദുരന്ത നിവാരണ നിധിയിലെ വിഹിതമാണ്. ഇത് കേരളത്തിനും നൽകി കഴിഞ്ഞു. കഞ്ചിക്കോടും മുതലപ്പുഴയിലുമെല്ലാം കേന്ദ്ര സഹായ മാനദണ്ഡം പാലിച്ച് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. പിണറായി വിജയൻ സ്വന്തം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൃത്യമായി കണക്കെടുത്ത് വ്യക്തമായ പദ്ധതികൾ സമർപ്പിക്കാനാണ് ശ്രമിക്കേണ്ടിയിരുന്നത്. ഇത് ഉറപ്പുവരുത്തേണ്ട ജോലിയാണ് കെ.വി. തോമസിന്റേത്. എന്നാൽ തനിക്ക് കുടിശ്ശിക കിട്ടാൻ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയതിന് നടത്തിയ ശ്രമത്തിന്റെ പകുതി പോലും ഇക്കാര്യത്തിൽ കെ.വി. തോമസ് നടത്തിയിട്ടുമില്ല. മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി കൂടിയായ പ്രൊഫസർ കെ.വി. തോമസിന് പ്രതിമാസം 1 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ഓണറേറിയം നിശ്ചയിച്ചിരിക്കുന്നത്. ഓണറേറിയത്തിന് പുറമെ 3 സ്റ്റാഫുകളെയും 1 ഡ്രൈവറെയും ദില്ലിയിൽ പ്രൊഫസർ കെ.വി. തോമസിനായി നിയമിച്ചിട്ടുണ്ട്. ശമ്പളം വേണ്ടെന്ന് കെ.വി. തോമസ് പറഞ്ഞതിനെ തുടർന്നാണ് ഓണറേറിയം അനുവദിച്ചത്. കോൺഗ്രസ് വിട്ട് CPM-മായി സഹകരിക്കുന്ന തോമസിന് 2023 ജനുവരി 18-നാണ് ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി സ്ഥാനം സംസ്ഥാന സർക്കാർ നൽകിയത്. നേരത്തെ ഓണറേറിയം അനുവദിച്ചത് വിവാദമായിരുന്നു. എന്നാൽ ഇത് വിവാദമാക്കേണ്ട എന്ന നിലപാടിലായിരുന്നു കെ.വി. തോമസ് സ്വീകരിച്ചത്. സേവനത്തിന് പ്രതിഫലമായി നിശ്ചിത തുക അനുവദിക്കുന്നതിനെയാണ് ഓണറേറിയം എന്ന് പറയുന്നത്. ശമ്പളം വാങ്ങാതെ ഓണറേറിയം മതി എന്ന കെ.വി. തോമസിന്റെ ആവശ്യം പരിഗണിച്ചായിരുന്നു സർക്കാർ തീരുമാനം. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം നൽകിയാൽ അവസാനം വാങ്ങിയ ശമ്പളത്തിൽ നിന്ന് പെൻഷൻ കുറച്ച് തുകയാണ് വേതനമായി അനുവദിക്കുക. എന്നാൽ ഓണറേറിയം നൽകുമ്പോഴാവട്ടെ കെ.വി. തോമസിന് MP പെൻഷൻ വാങ്ങുന്നതിന് തടസ്സമില്ല. 22 വർഷക്കാലം പാർലമെന്റ് മെമ്പറായി പ്രവർത്തിച്ച കെ.വി. തോമസിന് 59,000 രൂപയാണ് MP പെൻഷൻ. ഇതിന് പുറമെ 30 വർഷത്തോളം കോളേജ് പ്രൊഫസറായി പ്രവർത്തിച്ചതിന്റെ പെൻഷൻ വേറെയും. ശരാശരി 30 വർഷം അധ്യാപന കാലയളവുള്ള ഒരു കോളേജ് പ്രൊഫസർക്ക് 83,000 രൂപ വരെ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് കണക്ക്. ഇതും കെ.വി. തോമസിന്റെ കയ്യിൽ ഭദ്രം. 5 വർഷം തികയുന്ന പാർലമെന്റ് മെമ്പർമാർക്ക് 25,000 രൂപയാണ് അടിസ്ഥാന പെൻഷൻ. 5-ൽ കൂടുതൽ സേവനം അനുഷ്ഠിക്കുന്ന ഓരോ വർഷത്തിനും 2,000 രൂപ അധികമായി ലഭിക്കും. 22 വർഷം MP ആയ കെ.വി. തോമസ് ഈ കണക്ക് പ്രകാരം മാത്രം 59,000 രൂപയാണ് MP പെൻഷനായി ലഭിക്കുന്നത്. MP-യും MLA-യുമായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും ഈ 2 പെൻഷനും ഒന്നിച്ച് കൈപ്പറ്റാൻ കെ.വി. തോമസിന് കഴിയില്ല. 2022 മെയ് 29-ന് പാർലമെന്ററി സംയുക്ത സമിതി പെൻഷൻ സംബന്ധിച്ച ചട്ടം ഭേദഗതി ചെയ്തതോടുകൂടിയാണ് ഇരട്ട പെൻഷൻ ഒഴിവാക്കപ്പെട്ടത്. എന്നാൽ കോളേജ് പ്രൊഫസറുടെ പെൻഷൻ വാങ്ങുന്നതിന് തടസ്സമില്ല. MP പെൻഷനായ 59,000-വും പ്രൊഫസർ പെൻഷൻ 83,000-വും പുതുതായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നികുതി ബാധകമല്ലാത്ത 1 ലക്ഷം രൂപയുടെ ഓണറേറിയവും കണക്കാക്കുമ്പോൾ 2,42,000 രൂപയാണ് പ്രതിമാസം മാത്രം ഈ കെ.വി. തോമസിന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നത്. പുതുതായി അനുവദിച്ച 2 അസിസ്റ്റന്റുമാർ, 1 ഓഫീസ് അറ്റൻഡർ, 1 ഡ്രൈവർ തുടങ്ങി 4 ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ഇതിൽ നിന്നും 1 രൂപ പോലും കെ.വി. തോമസിന് ചെലവാക്കേണ്ടതില്ല എന്നാണ് മറ്റൊരു വാസ്തവം. അതും സർക്കാർ തന്നെ കനിഞ്ഞ് അനുവദിച്ചിട്ടുണ്ട്. മാസം ഏകദേശം 1.5 ലക്ഷം രൂപയാണ് ഇവർക്ക് വേണ്ടി സർക്കാർ അധികമായി കണ്ടെത്തേണ്ടത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഡൽഹിയിൽ സർക്കാരിന്റെ പ്രതിനിധിയായിരുന്ന സമ്പത്തിന്റെ ശമ്പളം 92,423 രൂപയായിരുന്നു. തനിക്ക് ശമ്പളം വേണ്ട എന്ന് കെ.വി. തോമസ് സർക്കാരിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതിന്റെ കാരണം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ വ്യക്തം. അതിനിടെ ഡൽഹിയിൽ താമസിക്കുന്ന അഡ്വക്കേറ്റ് കെ. റോയി വർഗീസിന്റെ തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും സർക്കാർ നിയമിച്ചു. പ്രൈവറ്റ് സെക്രട്ടറിയെ വേണമെന്ന കെ.വി. തോമസിന്റെ ആവശ്യമാണ് നിയമനത്തിന് അടിസ്ഥാനം. 1 വർഷത്തെ മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ടാണ് സെക്രട്ടറിയുടെ നിയമനം നടത്തിയത്. 2023 ജനുവരി 27 മുതൽ നിയമനത്തിന് സാധ്യതയുണ്ട് എന്നും 44,020 രൂപയാണ് പ്രതിമാസം ശമ്പളം. മുൻകാല പ്രാബല്യം നൽകിയിട്ടുള്ളതിനാൽ 5,28,240 രൂപ ശമ്പള കുടിശ്ശിക ലഭിക്കും.
ക്യാബിനറ്റ് റാങ്ക് നൽകിയുള്ള KV തോമസിന്റെ നിയമനം അനാവശ്യ ചെലവാണ് എന്ന് പ്രതിപക്ഷ ആരോപണം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ജീവനക്കാരുടെ നിയമനവും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കേരളത്തിന്റെ ദുരന്ത പ്രതികരണ ഫണ്ടിൽ ബാക്കിയുണ്ടെന്നാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കഴിഞ്ഞ ദിവസം KV തോമസ് നൽകിയ കത്തിൽ പറയുന്നത്. കത്ത് വാങ്ങി പിണറായിക്ക് അയച്ച ശേഷം തന്റെ ജോലി തീർത്തു എന്ന മട്ടിൽ വിമർശിക്കുകയാണ് KV തോമസ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തര സഹമന്ത്രി മറുപടി നൽകിയത് എന്നൊന്നും വിവരമുണ്ട്. 2024 ഏപ്രിൽ 1 വരെ 394 കോടി രൂപ ഈ STRF-ൽ ബാക്കിയുണ്ട് എന്ന് അക്കൗണ്ടന്റ് ജനറൽ അറിയിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്രത്തിന്റെ മറുപടിയിൽ പറയുന്നു. 2024-25 ഈ STRF-ലേക്ക് 388 കോടി രൂപ കൈമാറിയതിൽ 291 കോടി കേന്ദ്ര വിഹിതമാണ്. പ്രത്യേക സഹായമായി 15,000 കോടിയോളം രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകിയ 3 മാസം കഴിഞ്ഞും ഇക്കാര്യത്തിൽ വ്യക്തതയില്ലാത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനവും കേന്ദ്രം ഇതുവരെ കൈക്കൊണ്ട നടപടികളും കേന്ദ്രമന്ത്രിയുടെ കത്തിൽ വിശദീകരിച്ചു. കേരളം ആവശ്യപ്പെടാതെ തന്നെ സ്ഥലം സന്ദർശിച്ച് സ്ഥിതി മനസ്സിലാക്കാൻ കേന്ദ്ര സംഘത്തെ നിയോഗിച്ചിരുന്നുവെന്നും അവരുടെ റിപ്പോർട്ടിന്റെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുമാണ് പറയുന്നത്. എന്നാൽ വയനാട് സന്ദർശനം ഓഗസ്റ്റ് 8-ന് പൂർത്തിയാക്കിയ സംഘം മാസങ്ങൾക്ക് മുൻപേ റിപ്പോർട്ട് കൈമാറിയതാണ്. വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാർഗരേഖ അനുവദിക്കുന്നില്ല എന്നും കത്തിൽ അവർ അറിയിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ അടിസ്ഥാനപരമായി സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടുകളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം സമാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ളതാണ് എന്നും നഷ്ടപരിഹാരം നൽകാനാകില്ല എന്നും കേന്ദ്രം പറയുന്നു. സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ നിന്ന് തുക ബാക്കിയുണ്ട് എന്ന വാദമാണ് കേന്ദ്രം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും അതുപയോഗിച്ച് ചെയ്തു തീർക്കാവുന്നതല്ല പുനരധിവാസ പ്രവർത്തനങ്ങൾ. STRF-ലെ 96.8 കോടി രൂപ സംസ്ഥാന വിഹിതമാണ് താനും. STRF വ്യവസ്ഥാ പ്രകാരം പൂർണ്ണമായി തകർന്ന വീടിന് 1.5 ലക്ഷം രൂപയും 1 കിലോമീറ്റർ റോഡ് നന്നാക്കാൻ 75,000 രൂപയും മാത്രമേ അനുവദിക്കാനാകൂ. ഇത്തരം അപ്രായോഗിക വ്യവസ്ഥകൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുമെന്നാണ് സംസ്ഥാന റവന്യൂ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ വർഷാവർഷം നൽകേണ്ട സഹായം മാത്രമേ കേരളത്തിന് ലഭിക്കേണ്ടതുള്ളൂ. ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും ലഭിക്കുമായിരുന്ന ഈ ഫണ്ട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് പര്യാപ്തമല്ല. വലിയ ദുരന്തമുണ്ടാകുമ്പോൾ ഈ SDRF വിഹിതത്തിന് പുറമെ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകാറുണ്ട്. കേരളത്തിന് ഈ സഹായമായോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള അടിയന്തര ധനസഹായമോ ലഭിച്ചിട്ടില്ല. അതിതീവ്ര പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അന്തർ മന്ത്രാലയ സമിതിയുടെ വിലയിരുത്തൽ പ്രകാരം നൽകേണ്ട ദേശീയ ദുരന്ത നിവാരണ ഫണ്ട് ഈ വർഷം നൽകിയത് 5 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ്. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മേഖലയിലെ ദുരന്തം കേന്ദ്ര സംഘം നേരിൽ ബോധ്യപ്പെട്ടിട്ടും ഇതുവരെ ഈ NDRF ഫണ്ടൊന്നും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. പ്രളയം ബാധിച്ച ഹിമാചൽ പ്രദേശ്, സിക്കിം, തമിഴ്നാട്, ത്രിപുര, വരൾച്ചയിൽ വലഞ്ഞ കർണാടകം എന്നീ സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് NDRF തുക ലഭിച്ചത്. ഇതിനു പുറമെ ദേശീയ ദുരന്ത ലഘൂകരണ ഫണ്ടായി അരുണാചൽ പ്രദേശിന് 1,833 കോടിയും സിക്കിമിന് 8.5 കോടി രൂപയും അനുവദിച്ചു. കേരളം അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്കാകട്ടെ ഫിനാൻസ് കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടും സംസ്ഥാന ദുരന്ത ലഘൂകരണ ഫണ്ടുമാണ് അനുവദിച്ചത്. 2026 വരെ ഈ തുക എത്രയാണ് നൽകേണ്ടതെന്ന് നേരത്തെ നിശ്ചയിച്ചതാണ്. വയനാട് പ്രത്യേക പാക്കേജിന് സംസ്ഥാന സർക്കാർ രൂപരേഖ നൽകിയില്ല എന്നാണ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ആരോപിച്ചിട്ടുള്ളത്. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അതീവ രഹസ്യമായി സമർപ്പിച്ച കള്ളക്കണക്കാണ് യഥാർത്ഥത്തിൽ വിനയായത്. യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കണക്കാണ് കേരളം നൽകിയത്. ദുരിതാശ്വാസമായി ലഭിക്കുന്ന ധനത്തിൽ നിന്നും അടിച്ചുമാറ്റാൻ ലക്ഷ്യമിട്ട കണക്കാണ് നൽകിയത് എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു. ഇതേ കണക്ക് ഹൈക്കോടതിയും നൽകിയതോടുകൂടിയാണ് പ്രശ്നം വഷളായത്. കണക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നും ചോർന്നു. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതീവ രഹസ്യമായി തയ്യാറാക്കിയ റിപ്പോർട്ട് റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമാണ് കണ്ടത്. റവന്യൂ മന്ത്രി പോലും പ്രപ്പോസൽ കണ്ടത് ഏറ്റവും അവസാനമാണ്. ചീഫ് സെക്രട്ടറി ആയിരുന്ന V വേണു റിപ്പോർട്ടിൽ തയ്യാറാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ പൂർണ്ണ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. കള്ളക്കണക്ക് കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചതുകൊണ്ട് പ്രധാനമന്ത്രി വന്നുപോയിട്ടും കേരളത്തിന് സഹായം ഒന്നും തന്നെ ലഭിക്കാത്തത്. കള്ളക്കണക്ക് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി കേന്ദ്ര സഹായം ലഭിക്കുന്ന കാര്യം ഗോവിന്ദയാവും. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായതായാണ് കണക്കുകൾ. യാത്രാ ചെലവ്, ഭക്ഷണ ചെലവ് എന്നിങ്ങനെ 1,220 കോടിയുടെ കണക്കുകൾ വേറെയുമുണ്ട്. സന്നദ്ധ സംഘടനകൾ നൽകിയ സഹായങ്ങൾ പൂർണ്ണമായി മറച്ചുവെച്ച് വോളണ്ടിയർമാർക്ക് ഭക്ഷണത്തിനും യാത്രയ്ക്കും 14 കോടി ചെലവായി എന്ന പച്ചക്കള്ളം പറയുകയാണ് സർക്കാർ ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനി അവിടെ നിന്ന് കേന്ദ്രം കനിയുന്ന ഫണ്ടിന്റെ കാര്യങ്ങൾ എന്താകുമെന്ന് കണ്ടറിയണം.